ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ PSCയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ടൈറ്റിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 97ാമത് ഓസ്കാർ അവാർഡ്സ് ആണ്. ഓക്കെ, അടുത്ത എക്സാംസിലൊക്കെ ഉറപ്പായിട്ടും ചോദ്യം വരാൻ പോകുന്ന ഒരു പാർട്ടായിരിക്കും ഇത് എന്ന് പറയുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എപ്പോഴും എവിടെ വെച്ചിട്ടാണ് ഓസ്കാർ അവാർഡ്സ് നടക്കാറ്? ഡോൾബി തിയേറ്റർ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് അതാണ് ഡോൾബി തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡോൾബി തിയേറ്ററിൽ വെച്ചിട്ടാണ് എല്ലാ വർഷവും ഓസ്കർ അവാർഡ്സിന്റെ പുരസ്കാരദാനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു പ്രോഗ്രാം ആകുമ്പോൾ അതിനൊരു അവതാരകൻ ഉണ്ടാവുമല്ലോ. ആൻഡ് ഇപ്രാവശ്യത്തെ അവതാരകൻ എന്ന് പറയുന്നത് അത് കൊനാൻ ഒബ്രയാൻ ആണ്. ഓക്കെ, ആരാണ്? കൊനാൻ ഒബ്രയാൻ ആണ് ഇപ്രാവശ്യത്തെ അവതാരകനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തടുത്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വണ് മികച്ച ചിത്രം. ആൻഡ് ഈ ഒരു ഓസ്കർ അവാർഡ്സിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളതും ഈ ഒരു സിനിമ തന്നെയാണ്. അതാണ് എനോറ എന്ന് പറയുന്നത്. ഓക്കെ, എനോറ എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പുരസ്കാരം മാത്രമല്ല അതിന് കിട്ടിയിട്ടുള്ളത്, ടോട്ടൽ ഈ ഒരു സിനിമയ്ക്ക് 5 പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓസ്കർ അവാർഡ്സിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും? അനോറയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം അനോറയ്ക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 5 പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള അനോറ ഒരു റഷ്യൻ ഏകാധിപതിയുടെ മകനെ വിവാഹം കഴിക്കുന്നതും അതിനെ തുടർന്ന് ഇവരുടെ ഫാമിലീസ് തമ്മിൽ ഉണ്ടാവുന്ന കുറച്ച് ഫ്യൂഡും ഇവരുടെ മാരേജ് ഇവർ രക്ഷിക്കാൻ ശ്രമിക്കുന്ന അങ്ങനത്തെ കുറച്ച് കഥകളൊക്കെയാണ് ഈ ഒരു എനോറ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ സംവിധായകൻ അത് ഷോൺ ബേക്കർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, അദ്ദേഹത്തിന്റെ പേര് എന്തായാലും ഓർത്ത് വെച്ചേക്കുക. ഷോൺ ബേക്കർ ആണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ പറഞ്ഞു ഓൾറെഡി 5 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത്, അതിൽ 3 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് ഷോൺ ബേക്കർക്കാണ്. ഓക്കെ, മികച്ച സംവിധായകൻ അതുപോലെ തന്നെ മികച്ച ഒറിജിനൽ തിരക്കഥ എന്നിവയ്ക്കുള്ളത് കിട്ടിയിട്ടുള്ളത് ഷോൺ ബേക്കർക്കാണ്. അതുപോലെ മികച്ച എഡിറ്റിങ്ങിനുള്ളത് കിട്ടിയിട്ടുള്ളതും ഷോൺ ബേക്കർക്ക് തന്നെയാണ്. ആൻഡ് ഇതിനോടൊപ്പം ഒന്നും കൂടിയുണ്ട്, അതാണ് മികച്ച നടി. ഓക്കെ, മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിയിട്ടാണ് കാണാൻ പറ്റുന്ന ഈ ഒരു വ്യക്തിക്കാണ് കേട്ടോ. ഇവർക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? മൈക്ക് എന്നാണ് പേര്. മൈക്കിക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. നമ്മൾ അതിലേക്ക് വരും. ഓക്കെ, അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മികച്ച ചിത്രം നിങ്ങൾക്ക് അനോറയാണെന്നുള്ളത് ഏകദേശം മനസ്സിലായി. ഇനി മികച്ച സംവിധായകൻ ഒറിജിനൽ തിരക്കഥ ഷോൺ ബേക്കർ. ഇത് ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ ഒരു ബേക്കറി ഒക്കെ ആലോചിക്കുകയാണെങ്കിൽ ഒരു ബേക്കറിയിൽ ഒരു കേക്ക് ഒരു ബേക്കർ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് കുറെ ലെവൽസ് ഉണ്ടാവും. അദ്ദേഹമാണ് ഓരോ സാധനങ്ങൾ കുറച്ച് പഞ്ചസാരയും മൈദയും അതും ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് അതിനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു കേക്ക് ആക്കി എടുക്കുന്നത് ഒരു ബേക്കറാണ്. അതുപോലെയാണല്ലോ ഒരു സംവിധായകൻ എല്ലാ ഭാഗങ്ങളും ലൈറ്റിങ് എഡിറ്റിങ് എല്ലാം നോക്കിയിട്ടാണ് ഒരു സംവിധായകൻ ഒരു ചിത്രം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം അതിൽ നിന്ന് നമുക്ക് എന്താക്കാം? ബേക്കർ. ഓക്കെ, ബേക്കർ എന്നുള്ളതിനെ അവിടെ നമുക്ക് കണക്ട് ചെയ്യാം. സംവിധായകൻ ഓക്കെ ഒറിജിനൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഒരു മിക്സഡ് അടിപൊളിയായിട്ടുള്ള ഒരു ചിത്രം കൊണ്ടുവരുന്നു. ഒരു ബേക്കറിയിൽ ഒരു ബേക്കർ കേക്ക് കൊണ്ടുവരുന്ന പോലെ. ഓക്കെ, അപ്പൊ മികച്ച സംവിധായകൻ, മികച്ച എഡിറ്റിംഗ്, ഒറിജിനൽ തിരക്കഥ, ഇത് മൂന്നും ആരാണ്? അത് ഷോൺ ബേക്കർ ആണ്. ഓക്കെ, അപ്പൊ അടുത്തയിലേക്ക് നോക്കാം നമുക്ക്. ഇത് മികച്ച നടിയാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അനോറയിലെ അഭിനയത്തിന് മൈക്കി മാഡിസൺ ആണ്. ഓക്കെ, എങ്ങനെ ഓർത്തു വെക്കാം? നടി മാഡി എന്ന രീതിയിൽ ഓർത്തു വെക്കാലോ. നടി മാഡിയാണ് കേട്ടോ. നടി ആരാണ്? മാഡിയാണ്. മൈക്കി മാഡിസൺ ആണ് അനോറയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി മികച്ച നടനാണെങ്കിൽ ദ ബ്രൂട്ടലിസ്റ്റ്. ഓക്കെ, ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അഭിനയത്തിന് എഡ്രിയൻ ബ്രോഡിക്കാണ്. ഓക്കെ, എഡ്രിയൻ ബ്രോഡി. ഇതും അതുപോലെ തന്നെ ഓർത്ത് വെക്കുക. ബ്രോഡി ബ്രൂട്ടൽ ആണ് എന്ന രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, എന്താണ്? ബ്രോഡി ബ്രൂട്ടൽ ആണ്. മികച്ച നടൻ ആരാണ്? ബ്രോഡിയാണ്. ദ ബ്രൂട്ടലിസ്റ്റ് സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ആൻഡ് ഇത് ബ്രോഡിയുടെ 2ാമത്തെ ഓസ്കർ ആണ്. ആൻഡ് ഫസ്റ്റിൽ അദ്ദേഹത്തിന് ഓസ്കർ കിട്ടുന്നത് ദ പിയാനിസ്റ്റ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാട്ടോ. മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് അദ്ദേഹത്തിന് 2ാം തവണയാണ്. ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ദ പിയാനിസ്റ്റിനും ആൻഡ് ഇപ്പം കിട്ടിയിട്ടുള്ളത് ഏതിനാണ്? ദ ബ്രൂട്ടലിസ്റ്റിനുമാണ്. ഓക്കെ, അപ്പൊ മികച്ച നടൻ അവിടെ നമ്മൾ പറഞ്ഞു. എന്താണ്? നടി മാഡിയാണ്. നടനാരാണ്? ബ്രോഡി ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. ഓക്കെ, ബ്രൂട്ടൽ ബ്രോഡിയാണ്. അടുത്തത് സഹനടനും സഹനടിയുമാണ്. മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കീരൻ കെൽകിൻ. റിയൽ പെയിൻ എന്ന സിനിമയിലെ അഭിനയത്തിന് കീരൻ കെൽകിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ആൻഡ് മികച്ച സഹനടിക്കുള്ളത് കിട്ടിയിട്ടുള്ളത് അത് സോയി സൽദാനയ്ക്കാണ്. ഓക്കെ, സോയി സൽദാന. എമീലിയ പെറസ് എന്ന സിനിമയിലെ അഭിനയത്തിന് സോയി സൽദാനയ്ക്കാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കും? നമ്മൾ ജസ്റ്റ് പഠിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നമ്മൾ ചന്ദ്രികയുടെ പരസ്യം കാണാറുണ്ടല്ലോ. എന്റെ ഫ്രണ്ട് നമുക്ക് സജസ്റ്റ് ചെയ്തു ആ രീതിയിൽ പറയുന്ന
ആ ഒരു പരസ്യമില്ലേ, അതുപോലെ ജസ്റ്റ് ആ ഒരു രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, എന്താണ് കീരി കടിച്ചാൽ എന്തായിരിക്കും, സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും അല്ലെ. ഓക്കെ, കീരി കടിച്ചാൽ സഹിക്കാൻ പറ്റാത്ത പെയിൻ ആണ്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എമിലി എനിക്ക് സജസ്റ്റ് ചെയ്തത് അവിടെ സോയാ സോസ് വെച്ചാൽ മതി എന്ന്. ഓക്കെ, ഇതിന് കാര്യമായിട്ട് ലോജിക്കും കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കരുത്, ജസ്റ്റ് നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം എന്താണ് കീരി കടിച്ചാൽ എന്താണ് സഹിക്കാൻ പറ്റാത്ത പെയിൻ ആണ്, അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എമിലി എനിക്ക് സജസ്റ്റ് ചെയ്തത് അവിടെ സോയാ സോസ് വെച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി? ഓക്കെ, അപ്പൊ കീരി കടിച്ചാൽ കീരിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? കീരന്നെ കിട്ടി. കീരി കടിച്ചാൽ എന്താണ് സഹിക്കാൻ പറ്റാത്ത പെയിൻ ആണെന്നാണ്. ഓക്കെ, സഹ എന്നുള്ളത് നമുക്ക് സഹനടൻ സഹനടി എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ സഹിക്കാൻ പറ്റാത്ത എന്താണ് പെയിൻ ആണ്. കീരൻ കെൽക്കിന് ഏതിനാണ് കിട്ടുന്നത്? ദ റിയൽ പെയിൻ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് കീരൻ കെൽക്കിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോഴാണ് എന്ത് പറയുന്നത്? എൻ്റെ ഫ്രണ്ട് എമീലിയ പെരസ് എന്ന സിനിമയിലെ അഭിനയത്തിന് എന്ത് ആക്കിയാൽ മതി എന്നാ പറഞ്ഞത്? സോയാ സോസ് അപ്ലൈ ചെയ്താൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സോയി സൽദാന. ഓക്കെ, ഇതിൽ അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് പല കോഡുകളും ഉണ്ടാവും. അങ്ങനത്തെ കോഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ മികച്ച സാധാരണ നമ്മൾ പഠിച്ചേ. അടുത്തയിലേക്ക് നോക്കുകയാണെങ്കിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ടുള്ളത് ഐ ആം സ്റ്റിൽ ഹിയർ എന്നതാണ്. ഓക്കെ, ചിലതിനൊക്കെ നമുക്ക് കോഡുള്ളൂ കേട്ടോ. മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ടുള്ളത് ഏതിനാണ്? ഐ ആം സ്റ്റിൽ ഹിയർ എന്നതാണ്. ആൻഡ് അതൊരു ബ്രസീലിയൻ ചിത്രമാണ്. ആൻഡ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത് അത് വോൾട്ടർ സെലസ് ആണ്. ഓക്കെ, വോൾട്ടർ സെലസിന്റെ സംവിധാനത്തിലുള്ള ഒരു ബ്രസീലിയൻ ഫിലിമാണ് എന്തെന്ന് പറയുന്നത് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇനി മികച്ച ഡോക്യുമെന്ററി ആണെങ്കിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നോ അതർ ലാൻഡിനാണ്. ഓക്കെ, മികച്ച ഡോക്യുമെന്ററി എന്താണ്? നോ അതർ ലാൻഡ് ആണ്. ആൻഡ് അത് പാലസ്തീൻ ഇസ്രായേൽ സാമൂഹ്യ പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ള ഒരു ചിത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക കേട്ടോ. നോ അതർ ലാൻഡ് പാലസ്തീൻ ഇസ്രായേൽ സാമൂഹ്യ പ്രവർത്തകർ ഒരുക്കിയ സിനിമയ്ക്കാണ് മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആണ്. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? മികച്ച ഡോക്യുമെന്ററി ആണ് നോ അതർ ലാൻഡ്. ഇനി മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആണെങ്കിൽ അത് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്രയാണ്. ഓക്കെ, ഷോർട്ട് ഫിലിം ചെറിയൊരു ഓർക്കസ്ട്ര, 5-6 ആളുള്ള ഒരു ഓർക്കസ്ട്ര, അതിലൊരു ഒറ്റ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇതൊക്കെ ബോയ്സ് ആണ് നിൽക്കുന്നത്, ഈ ഒരു ഒറ്റ കുട്ടി മാത്രമാണ് ഇതിലുള്ളത്, ഓർക്കസ്ട്രയിലുള്ളത്. അപ്പൊ ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര ആയിട്ട് വന്നിട്ടുള്ളത് ആരാണ്? അതാണ് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം അത് ഐ ആം നോട്ട് എ റോബോട്ട് ആണ്. ഓക്കെ, മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം എന്താണ്? ഐ ആം നോട്ട് എ റോബോട്ട്. അപ്പം ഈ ഒരു ഫിലിം ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഒരു റോബോട്ട് അതിന്റെ നെഞ്ചത്ത് തന്നെ ഒരു ക്രോസ് മാർക്ക് അല്ല എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് ഐ ആം നോട്ട് എ റോബോട്ട്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് AI വെച്ച് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഫിഗേഴ്സ് ആണ്. ഈ സിനിമയായിട്ടൊന്നും ഇതിനൊരു ബന്ധവുമില്ല കേട്ടോ. ഓക്കെ, അപ്പം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്നത് എന്താണ്? മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം ആണ്. ഓക്കെ, മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം ആണ്. ഇനി മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ചോദിക്കുകയാണെങ്കിൽ ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് ആണ്. ഓക്കെ, മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ്? ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ്. ഇതാണ് ഇയാളുടെ പേരാണ്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഇയാളുടെ പേരാണ് സൈപ്രസ് എന്ന് പറയുന്നത്. അയാളുടെ ഷാഡോ കണ്ടല്ലോ. അപ്പം ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ്. ഓക്കെ, ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഈസി ആയിട്ട് എന്തെങ്കിലും ഒരു ഇമേജ് വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു AI ജനറേറ്റഡ് ഇമേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മികച്ച വിദേശ ഭാഷാ ചിത്രം എന്താണ്? ഐ ആം സ്റ്റിൽ ഹിയർ. ആൻഡ് മികച്ച ഡോക്യുമെന്ററി ആയിട്ടുള്ളത് നോ അതർ ലാൻഡ്. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആയിട്ടുള്ളത് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. നമ്മൾ ആ ഫിഗർ വെച്ച് പറഞ്ഞു, ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. ഇനി മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഏതായിരുന്നു? ഐ ആം നോട്ട് എ റോബോട്ട് എന്നതാണ്. ആൻഡ് മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ചോദിച്ചിട്ടുണ്ടെങ്കിലോ ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ്. ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് ആണ്. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ആണ്. അടുത്തത് മികച്ച ആനിമേറ്റഡ് ചിത്രം. ഓക്കെ, മികച്ച ആനിമേറ്റഡ് ചിത്രം ചോദിച്ചാൽ അത് ഫ്ലോ ആണ്. ഓക്കെ, ഫ്ലോ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആനിമേറ്ററിൽ നിന്ന് നമുക്ക് ആനേനെ അങ്ങോട്ട് എടുക്കാം. ഓക്കെ, ആന ഫ്ലോ ചെയ്ത് പോവാണ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാലോ. ഇതാ ഇങ്ങനെ ആന ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? അത് ആനിമേറ്റഡ് ചിത്രമാണ്. ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമിലേക്ക് നിങ്ങൾ പോവരുത്, ഇത് ആനിമേറ്റഡ് ചിത്രമാണ്. ചില സാധനങ്ങൾ നമ്മൾ പഠിക്കണം, ചിലത് നമുക്ക് കോഡ് വെച്ച് എല്ലാം കൂടി കോഡാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തലയിലില്ലാത്ത രീതിയിലായിപ്പോ. ഓക്കെ, അപ്പൊ മികച്ച ആനിമേറ്റഡ് ചിത്രം അത് ഫ്ലോ ആണ്.
ഇനി മികച്ച അവലംബിത തിരക്കഥ, മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം, ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കായിരുന്നു? അത് ബേക്കർക്കാണ്, നമ്മൾ പറഞ്ഞു എനോറയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് അഡാപ്റ്റഡ് മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് പീറ്റർ സ്ട്രോഗൻ ആണ്. ഓക്കെ, പീറ്റർ സ്ട്രോഗൻ കോൺക്ലേവ് ഇൻ സിനിമയിലെ ഇതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി മികച്ച ഒറിജിനൽ സ്കോർ അത് ഡാനിയൽ ബ്ലൂംബർഗിന്റെ ദ ബ്രൂട്ടലിസ്റ്റിനാണ്. ഓക്കെ, ദ ബ്രൂട്ടലിസ്റ്റിലെ ആ ഒരു ഒറിജിനൽ സ്കോറിനാണ് ഡാനിയൽ ബ്ലൂംബർഗിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഇനി മികച്ച ഒറിജിനൽ ഗാനം ചോദിക്കുകയാണെങ്കിൽ അത് എമീലിയ പെറസിലെ ഗാനമായിട്ടുള്ള എൽമാലാണ്. ഓക്കെ, എൽമാൽ, എമീലിയ, എൽമാൽ, എമീലിയ, ആ രീതിയിൽ എവിടേക്കോ ഒരു കണക്ഷൻ ഒക്കെ പോണില്ലേ. അപ്പൊ മികച്ച ഒറിജിനൽ ഗാനം ഏതാണ്? എൽമാൽ, എമീലിയ, എൽമാൽ, എമീലിയ ആണ്. ഇനി മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ലോൾ ക്രോവ്ലിക്കാണ്. ദ ബ്രൂട്ടലിസ്റ്റിലെ ആ ഒരു ഛായാഗ്രഹണത്തിനാണ് അദ്ദേഹത്തിന് ലോൾ ക്രോവ്ലിക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ഇനി ഡ്യൂൺ പാർട്ട് 2 എന്ന സിനിമയ്ക്ക് 2 അവാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. മികച്ച ശബ്ദ സംവിധാനത്തിനുള്ള പുരസ്കാരവും അതുപോലെ തന്നെ മികച്ച വിഷ്വൽ ഇഫക്ട്സിനുള്ള പുരസ്കാരങ്ങളും. ഓക്കെ, അപ്പൊ 2 എണ്ണം ഡ്യൂൺ പാർട്ട് 2 കിട്ടിയിട്ടുള്ളത് ശബ്ദ സംവിധാനം, വിഷ്വൽ ഇഫക്ട്സ്. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശങ്ങൾ ലഭിച്ച ഇംഗ്ലീഷ് ഇതര സിനിമ അത് ഏതാണ്? അത് എമീലിയ പെറസ് ആണ്. ഓക്കെ, എന്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശങ്ങൾ ഒരു ഇംഗ്ലീഷ് ഇതര സിനിമയ്ക്ക് കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ഓപ്പൺ ഹൈമറിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് നമ്മൾ പഠിച്ചാണ് അല്ലെ, 13 നോമിനേഷൻസ് എന്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഈ ഒരു ഓപ്പൺ ഹൈമറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു എമീലിയ പെറസിനും ആക്ച്വലി എത്ര തന്നെയാണ്? 13 തന്നെയാണ് കേട്ടോ. 13 നോമിനേഷൻസ് ആണ് എമീലിയ പെറസിനും കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ 2 അവാർഡ്സ് മാത്രമേ അവർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 13 നോമിനേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ 2 തന്നെ അവർ വിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു സിനിമ മെയിൻ ആയിട്ട് പറയുന്നത് ട്രാൻസ്ജെൻഡർ അധോലോക നേതാവിന്റെ ഒരു കഥയാണ്. ഓക്കെ, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു അധോലോക നേതാവിന്റെ കഥ പറയുന്ന സിനിമയാണ് എമീലിയ പെറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഇതിനോടൊപ്പം തന്നെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ നേരത്തെ അവാർഡ് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് മത്സരിച്ച ഒരു ചിത്രമായിരുന്നു അനുജ. ഓക്കെ, അനുജ എന്ന് പറയുന്ന സിനിമയാണ് ആ ഒരു ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് സംവിധാനം ചെയ്തത് ആദം ജെ ഗ്രേവ് ആണ്. ഓക്കെ, ആദം ജെ ഗ്രേവ് ഓർത്തിരിക്കാൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. ആദം ജെ ഗ്രേവ് ആണ് ഈ ഒരു അനുജ സംവിധാനം ചെയ്തിട്ടുള്ളത്. ആൻഡ് നിർമ്മാണം ചോദിക്കുകയാണെങ്കിൽ അത് ഗുനീത് മോംഗയും അതുപോലെ തന്നെ പ്രിയങ്ക ചോപ്രയും. ഓക്കെ, ഗുനീത് മോംഗ നമ്മളുടെ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഓസ്കാറിന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഗുനീത് മോംഗയുടെ സിനിമയ്ക്ക്. ഓക്കെ, അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിലുള്ളതാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിലുള്ളതാണ് ഈ ഒരു സിനിമ. അതോടൊപ്പം തന്നെ പ്രിയങ്ക ചോപ്രയുടെ. ഓക്കെ, ആൻഡ് ഈ ഒരു ചിത്രം മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്നത് വസ്ത്രവ്യാപാര മേഖലയിലെ ബാലവേലയെ കുറിച്ചിട്ടാണ്. ഓക്കെ, വസ്ത്രവ്യാപാര മേഖലയിൽ ബാലവേല ചെയ്യപ്പെടുന്ന 2 പെൺകുട്ടികളുടെ കഥയാണ് മെയിൻ ആയിട്ടും ഈ ഒരു ഇതിൽ പറയുന്നത്. ഡൽഹിയിൽ വസ്ത്ര നിർമ്മാണ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന 9 വയസ്സുകാരി അനുജയുടെയും 17 വയസ്സുകാരിയായിട്ടുള്ള പലക്കിന്റെയും കഥയാണ് ഈ ഒരു അനുജ എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാന്നൊക്കെ രീതിയിൽ പോകുന്ന ഒരു കഥയാണ് അനുജ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് അറിയാലോ. അതുപോലെ തന്നെ ഓസ്കാർ നോമിനേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്ന നമ്മളുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള സിനിമയായിരുന്നു നമ്മളുടെ ആടുജീവിതം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൂടി ഇതിനോടൊപ്പം ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ആൻഡ് ഇത് ഫിലിംസ് വിത്ത് മൾട്ടിപ്പിൾ നോമിനേഷൻസ് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് കിട്ടിയിട്ടുള്ളത് ഏതിനാണ്? എമീലിയ പെറസിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 13 ആണ് കേട്ടോ. 13 നോമിനേഷൻസ് ആണ് എമീലിയ പെറസിന് കിട്ടിയിട്ടുള്ളത്. ആൻഡ് 10 വീതം ബ്രൂട്ടലിസ്റ്റിനും വിക്കഡ് എന്ന സിനിമയ്ക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഫിലിം വിത്ത് മൾട്ടിപ്പിൾ വിൻസ് അതായത് ഏറ്റവും കൂടുതൽ വിന്നിങ് നടന്നിട്ടുള്ളത്. ഓക്കെ, 5 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് എനോറയ്ക്കാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമ ഏതാണ്? എനോറ. ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ലഭിച്ച സിനിമ ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? അത് എമീലിയ പെറസുമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു കോഡുകളാണ്, ചിലതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.